ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ഒരു ചെടി. നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് അല്ലെങ്കിൽ മുറ്റത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിലോ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. വേറെ ചെടിയൊന്നുമല്ല, നമ്മുടെ മുസാണ്ട ചെടിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ഒരു മുസാണ്ടയെ കുറിച്ചും അതിന്റെ രസകരമായിട്ടുള്ള കുറച്ച് സ്വഭാവങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിന് കുറേയധികം കെയറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ ആ ചെടി പൂവിടുള്ളൂ. പക്ഷേ യാതൊരുവിധ കെയർ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ഈ ചെടി നട്ട് മറന്നു പോയി കഴിഞ്ഞാൽ പോലും കൃത്യസമയമായി കഴിഞ്ഞാൽ നിറച്ച് പൂക്കുന്ന ഒരു ചെടിയാണ് മുസാണ്ട. അപ്പം മുസാണ്ടയിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ലൈറ്റ് ആയിട്ടുള്ള പിങ്ക്, അതുപോലെ ഡാർക്ക് ആയിട്ടുള്ള പിങ്ക്, മഞ്ഞ, ലൈറ്റ് മഞ്ഞ. മുസാണ്ടയിൽ ഒരുപാട് നിറങ്ങളുണ്ടെങ്കിലും ഈ ഒരു വെറൈറ്റിയിലാണ്, മുസാണ്ട ഫിലിപ്പിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഈ വെറൈറ്റിയിലാണ് നിറച്ച് പൂക്കൾ ഉണ്ടാവാറ്. അപ്പോൾ സാധാരണ നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മളതിന് കൃത്യമായിട്ട് വളവും വെള്ളമൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഈ ഒരു മുസാണ്ട ചെടിക്ക് അങ്ങനെയുള്ള യാതൊരു കെയറും കൊടുക്കാത്തൊരു പ്ലാന്റ് ആണ്. 10-25 വർഷമായി ഈ ഒരു ചെടി ഇങ്ങനെ വളരാൻ തുടങ്ങിയിട്ട് യാതൊരു കെയറും കൊടുക്കാറില്ല. മഴക്കാലത്ത് കിട്ടുന്ന വെള്ളം മാത്രമാണ് ഈ ചെടിക്ക് സാധാരണ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു വെള്ളവും കൂടാതെ മണ്ണിൽ ശേഷിച്ച വളമൊക്കെ വലിച്ചെടുത്തിട്ട് അങ്ങനെ തരുന്ന പൂക്കളാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ട് പൂക്കൾ ഈ ഒരു പ്ലാന്റ് തരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കെയർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ഇതിനേക്കാളും നന്നായിട്ട് പൂക്കൾ തരും. ഇതിലിപ്പോൾ തന്നെ നന്നായിട്ട് പൂക്കൾ താഴോട്ട് ഞാന്ന് കിടക്കുന്നുണ്ട്. നമ്മുടെ സ്കാർലറ്റ് ജെയ്ഡ് വൈനൊക്കെ പൂത്തിരിക്കുന്ന പോലെ ആ ഒരു ശ്രേണിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു മുസാണ്ട. പലരും ഇൻസ്റ്റഗ്രാമിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ അറിയുന്ന പല ചെടികളും വളർത്താൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്, ഈ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ വല്ല ചെടികളുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ചെടിയാണ് മുസാണ്ട. വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റും. വളർന്നു വരുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആ ഒരു വേരെല്ലാം ഡെവലപ്പായിട്ട് ചെടി ഒന്ന് വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാതൊരുവിധ കെയറും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വളർന്ന് വലുതായി നിറച്ച് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് പല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ബുഷായിട്ട് നമുക്ക് ഈ പ്ലാന്റ് കൊണ്ടുപോവുകയാണെങ്കിൽ നിറച്ച പൂക്കൾ ബുഷായിട്ട് തന്നെ പൂത്തിരിക്കും. ബോൺസായി ആയിട്ട് നമുക്ക് ചട്ടികളിൽ ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാം. അങ്ങനെ ഒരു പ്രത്യേകത കൂടി മുസാണ്ടയ്ക്ക് ഉണ്ട്. നമുക്ക് ബോൺസായി ഷേപ്പിൽ ചെടി ട്രെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ ആ ഒരു രീതിയിൽ നമുക്ക് ഈ പ്ലാന്റ് കൊണ്ടുപോകാം. കൂടാതെ നമുക്കൊരു ട്രീ പോലെ ചെറിയൊരു ട്രീ ആയിട്ട് നമുക്ക് 1.5-2 ആൾ പൊക്കത്തിലേക്ക് ഈ പ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിറച്ച് പൂക്കൾ ഉണ്ടായിരിക്കും ട്രീ ആയിട്ട് നമുക്ക് ഈ പ്ലാന്റ് കൺവേർട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് പല രീതിയിൽ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഈ ഒരു പ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ പ്ലാന്റ് ഉണ്ട്. മുസാണ്ടിലെ എല്ലാ വെറൈറ്റികളും ബുഷായിട്ട് അല്ലെങ്കിൽ അധികം പൊക്കം പോകാത്ത വെറൈറ്റിയാണെന്ന് വിചാരിക്കുന്നത്. ചില വെറൈറ്റികളൊക്കെ നന്നായിട്ട് ഉയരം പോകുന്ന വെറൈറ്റികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ചില വെറൈറ്റികൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ച് കയറിപ്പോവും. ചില മരങ്ങളുടെ മുകളിലോട്ട് വള്ളി പോലെ പോകുന്ന മുസാണ്ടകളും ഉണ്ട്. അങ്ങനെയുള്ള വെറൈറ്റികളെക്കാളും കൂടുതലായിട്ട് എനിക്കൊരു അട്രാക്ഷൻ തോന്നിയിട്ടുള്ള ഈ ഒരു വെറൈറ്റിനോടാണ്. നിറച്ച് പൂക്കൾ ഉണ്ടാവും, നിറച്ച് പൂങ്കുലകൾ ഉണ്ടാവും എന്നാണ് ഈ വെറൈറ്റിയുടെ പ്രത്യേകത. മുൻകാലങ്ങളിൽ മുസാണ്ട എന്ന് പറഞ്ഞ ചെടി പുതിയ ഹൈബ്രിഡ് ചെടികളുടെ വരവോടുകൂടി വെട്ടിമാറ്റപ്പെട്ട അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട ഒരു ചെടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാലങ്ങളിൽ പുതിയ ചെടികളുടെ കൂട്ടത്തിൽ തന്നെ നടുന്നൊരു ചെടിയായിട്ട് മുസാണ്ട മാറിയിട്ടുണ്ട്. മുസാണ്ടയുടെ ആ പഴയ പ്രൗഢിയും അംഗീകാരമൊക്കെ വീണ്ടും തിരിച്ചു കിട്ടിയ പോലെ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. പല നഴ്സറികളിലും മുസാണ്ട വീണ്ടും തിരിച്ചു വന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുസാണ്ടയിൽ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടെങ്കിൽ ഈ ഒരു പിങ്ക് വെറൈറ്റി എന്നും എല്ലാവരും പ്രിയപ്പെട്ട ഒരു വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ തന്നെ അധികം ഉയരത്തിൽ പോവില്ല. ഒരു കൂടിപ്പോയാൽ 1.5-2 ആൾ പൊക്കത്തിലൊക്കെ ഈ ഒരു വെറൈറ്റി പോവുള്ളൂ. മറ്റ് ചില വെറൈറ്റികൾ ഡീപ്പ് റെഡ് വെറൈറ്റിയൊക്കെ മരങ്ങൾക്ക് മുകളിലോട്ട് വള്ളിയായിട്ട് പോകുന്ന സ്വഭാവം കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു കൺട്രോളിൽ നിൽക്കാതെ വളരെ അഗ്രസീവായിട്ട് വളരുന്ന ചെടികളോട് എനിക്ക് ഒരു വലിയ താല്പര്യമില്ല. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആ ഒരു ചെടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് ആ ചെടി നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗാർഡനിൽ അഴകിയാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുസാണ്ട ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആക്കി എടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് നോക്കുക. നല്ല രീതിയിൽ ആ ചെടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ചെടി വെട്ടി മാറ്റാതെ അല്ലെങ്കിൽ പിഴുത് മാറ്റാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു മുസാണ്ടയുടെ പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് യാതൊരു വിധത്തിലുള്ള കീടബാധകളോ രോഗബാധകളോ ഒന്നും ഉണ്ടാവില്ല. ആകെ ഉണ്ടാവുക ഫംഗൽ ബാധകളാണ്. അത് വേര് പിടിച്ചു വരുന്ന സമയത്ത് കമ്പിൽ ചെറിയ ഫംഗൽ ബാധകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്രശ്നമുള്ളൂ. വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചെടിക്ക് ഫംഗൽ ബാധകളോ ബാക്ടീരിയൽ രോഗങ്ങളോ ഒന്നും തന്നെ കാണാറില്ല. അത് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. മറ്റെന്ത് ചെടികളെ വെച്ച് നമ്മൾ താരതമ്യം ചെയ്തു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ എല്ലാ ചെടികൾക്കും ഉണ്ടാവും. പക്ഷേ ഇതിന് വളവും വേണ്ട, വെള്ളവും വേണ്ട, അതുപോലെ തന്നെ കീടനാശിനിയും വേണ്ട, ഒന്നും വേണ്ട. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നല്ലതുപോലെ വളർന്ന് കുറച്ച് കഴിയുമ്പോൾ നിറച്ച് പൂക്കൾ വരുന്ന ചെടിയാണ് മുസാണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കിപ്പോൾ മുസാണ്ട വളർത്തണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തിൻ്റെ കയ്യിലൊക്കെ ഏതെങ്കിലും മുസാണ്ട വെറൈറ്റികൾ ഉണ്ടെങ്കിൽ അതിന് കമ്പ് കൊണ്ടുവന്ന് നടാൻ ശ്രമിക്കുക. വളരെ എളുപ്പത്തിൽ വേര് പിടിച്ച് കിട്ടുന്ന ഒരു ചെടിയാണ് മുസാണ്ട. ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ഈ മഴ പെയ്യുന്ന സമയങ്ങളിലൊക്കെ നടുകയാണെങ്കിൽ പ്രത്യേകിച്ച് റൂട്ടിംഗ് ഹോർമോൺ ഒന്നും ആവശ്യമില്ല, താനെ വേര് പിടിച്ച് ഒരു ചെടിയായി മാറിക്കോളും. അപ്പോൾ ചട്ടിയിലോ നിലത്തൊക്കെ നട്ട് കഴിഞ്ഞാലും
നല്ല രീതിയിൽ ഈ ചെടി വളർന്ന് പൊങ്ങി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മുസാണ്ടയെ കുറിച്ചാണ് പറയേണ്ടത്. മുസാണ്ട എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ മുസാണ്ടയുടെ എത്ര വെറൈറ്റി ഉണ്ടെന്നും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ ഹാപ്പി ഗാർഡനിങ്.